വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക പൊരിയലാണ്. അതിന് വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, സവാള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഒരു സവാളയും 7-8 വെണ്ടയ്ക്കയും 2 പച്ചമുളകുമാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി നമുക്കിത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും വെണ്ടയ്ക്കയും പച്ചമുളകും അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പുപൊടി ഇട്ടാൽ മതി, കൂടി പോകരുത്. വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇളക്കിയിട്ട് നമുക്കിത് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് നേരം വേവിക്കാം. അപ്പം നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. അടച്ച് വയ്ക്കുന്നത് ഈ വെണ്ടയ്ക്കയുടെ വിത്തൊക്കെ വേകാനാണ്, അല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെ വിത്തൊന്നും വേഗത്തില്ല. വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 സ്പൂണിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഒരു പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതിയാകും. വെണ്ടയ്ക്ക പൊരിയൽ വെന്ത് വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിത് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക പൊരിയൽ റെഡിയായി വരുന്നു. നമുക്കിതിലൊരു ശകലം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. വെണ്ടയ്ക്ക പൊരിയൽ റെഡിയായി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വെണ്ടയ്ക്ക പൊരിയലാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.